ഇന്ന് പകൽ Recording in progress. കർത്താവിനെ സ്തുതിക്കുന്നു. ബഹുമാന്യ കർത്താവിന് ദാസൻ പ്രിയ സണ്ണിച്ചായൻ കുടുംബം, റിജോയ്സ് മിനിസ്ട്രിയിലെ ശ്രേഷ്ഠരായ എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. Once again I feel at home. Thank God. പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതയാത്രയിൽ ദൈവം നമ്മളെ വളരെ അത്ഭുതകരമായി പരിപാലിക്കുന്ന, നടത്തുന്ന എല്ലാ നല്ല വഴികളെയും നന്ദിയോടുകൂടെ ഓർത്ത് നാഥൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. We are not here for a performance. ഏതോ ചിന്തകന്മാർ വളരെ പ്രസക്തമായൊരു ചിന്ത എഴുതിയത് കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഞാൻ വായിച്ചു. ഇങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്: When the ministry becomes performance, the sanctuary becomes a theater. The congregation becomes an audience. Worship becomes an entertainment. And man's applause and approval become the measure of success. ഞാനത് വിശദീകരിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം വളരെ ആഴമാണ്. This is what happens all around nowadays. ആരാധന വെറും പ്രഹസനമായി, പ്രകടനമായി, പെർഫോമൻസായി. അതിനെ തുടർന്ന് വരുന്ന ഓരോ കാര്യങ്ങളും സഭാന്തരീക്ഷങ്ങളെ വളരെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാം ഒരുമിച്ച് കൂടി വരുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്, ഏതൊരു ശുശ്രൂഷയും ചെയ്യുന്നത്, നിറവേറുന്നത്, it should be for the delight of the heart of God. It's not to entertain us. In many churches, 2 or 3 hours, pastors or the elders or the leaders, they entertain the people. But we are not here for any entertainment. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ദാസന് 1 മണിക്കൂറിലധികം സമയം അനുവദിച്ചു തന്നിട്ടുണ്ട്. 12-ാം തീയതി ഞാൻ പോകേണ്ടതാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ദിവസങ്ങൾ കൂടെ ഇവിടെ നിൽക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒരുമിച്ച് ലഭിച്ചത്. അതിൽ ഞാൻ വളരെ വളരെ സന്തോഷമുള്ളവനാണ്. ദീർഘകാലമായി നമ്മൾ മുഖാമുഖം കാണാതിരിക്കുകയായിരുന്നു. നാട്ടിലെ വിവാഹ ശുശ്രൂഷയ്ക്ക് ചിലരെയൊക്കെ മുഖാമുഖം കണ്ടു. പിന്നെ ഇങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കാണുവാൻ കഴിയുന്നതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ സെൻട്രൽ വെസ്റ്റ് റീജിയന് ആത്മീയ നേതൃത്വം കൊടുത്ത് ശുശ്രൂഷയിലായിരുന്നു. ഓഗസ്റ്റ് 31-ാം തീയതി ഞാൻ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ്. സെപ്റ്റംബർ 1-ാം തീയതി മറ്റൊരു ദൈവത്തിൻ്റെ ദാസന് ആ ചുമതല കൈമാറും. അതിനുശേഷം എന്തെന്ന് ഇവിടെ നിങ്ങൾക്കൊക്കെ ചോദ്യമുണ്ടെന്നറിയാം. പലരും എന്നോട് ചോദിച്ചു. അതിപ്പോഴും എൻ്റെയും ഒരു ചോദ്യവും ഒരു പ്രാർത്ഥനാ വിഷയവുമാണ്. ഉത്തരവാദിത്തങ്ങളില്ലെങ്കിലും പദവികളില്ലെങ്കിലും ദൈവം ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയുണ്ടെങ്കിൽ, മിനിസ്ട്രി ഈസ് ഇമ്പോർട്ടൻ്റ് ദാൻ എനി പൊസിഷൻ. അവസാനം വരെ ആ ശുശ്രൂഷ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ദൈവകരങ്ങളിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹം, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ വളരെ അനുഗ്രഹമായിരുന്നു. തുടർന്നും നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ 19 വർഷമായി ഞാൻ ഈ ഖത്തറുമായിട്ട് കണക്റ്റഡ് ആണ്. 2005-ലാണ് ആദ്യമായിട്ട് ഞാൻ ഖത്തറിൽ വന്നത്. അതിനുശേഷം 11ഓളം വർഷം കണ്ടിന്യൂസ് ഇവിടെ തന്നെ മിനിസ്ട്രി ചെയ്തു. 8 വർഷമായി ഇങ്ങനെ പോയും വന്നും കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ വടക്കേന്ത്യ ഓർത്ത് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ഒത്തിരി ഭയമൊക്കെ പലരുടെയും മനസ്സിലുണ്ടായിരുന്നു. ദൈവമക്കൾ ആഗോള വ്യാപകമായി പ്രാർത്ഥിച്ചു. ഗോഡ് ഈസ് മൂവിങ്. അത്രമാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്.
നമ്മളോടുള്ള ദൈവശബ്ദം, ദൈവാലോചന കേൾക്കേണ്ടതിന് നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. വചനം സംബന്ധിച്ച് നല്ലൊരു ഇൻട്രൊഡക്ഷൻ കർത്താവിൻ്റെ ദാസൻ ആരംഭത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ദൈവവചനം സംബന്ധിച്ച് കിട്ടിയപ്പോൾ എൻ്റെ പണി കുറച്ച് എളുപ്പമായി. See the creative power of the word. ദൈവവചനത്തിൻ്റെ ക്രിയാത്മക ശക്തി. അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. അവൻ അരുളി ചെയ്തു, അങ്ങനെ സ്ഥാപിതമായി. When God speaks, creation happens. He establishes things. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ലാസ്റ്റ് മെസ്സേജ് 2 ഉപവാസ പ്രാർത്ഥനയുടെ ദിവസങ്ങളിലായിരുന്നു അല്ലേ ചാ? ഞാൻ അന്ന് നിങ്ങളെ ഒരു പാട്ട് പഠിപ്പിച്ചു. നിങ്ങളതൊക്കെ പഠിച്ചോ എന്നാണ് എൻ്റെ ഓർമ്മ. More about Jesus would I know, more of His grace to others show, more of His saving fullness see, more of His love who died for me, more about Jesus. Children, you remember that song? Have you learned? ഓ, അങ്ങനെ എത്ര പാസ്റ്റർമാരിവിടെ പറയുന്നു. ഇതെല്ലാം കൂടെ ഞങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ? ശരിയാ മക്കളെ. അപ്പോൾ നിങ്ങളൊക്കെ ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുക്കുന്നു എന്ന് എനിക്കറിയാം. അതെനിക്കറിയാം. നമ്മളെ ഓർപ്പിച്ചുണർത്തി കഴിയുമ്പം എന്താ വെച്ചാൽ കിടന്നാലും കുഴപ്പമില്ല, ദാറ്റ്സ് ഫൈൻ. സൗണ്ടിന് പ്രശ്നമില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. യാ, ആ പാട്ടിൻ്റെ മലയാളം നിങ്ങൾക്ക് അറിയാമോ? More about Jesus would I know, more of His grace to others show, more of His saving fullness see, more of His love who died for me, more about Jesus, more about Jesus, more of His saving fullness see, more of His love who died for me. ട്യൂണ് കിട്ടുന്നുണ്ട്. ആബ്സല്യൂട്ട്ലി റൈറ്റ്. അർത്ഥത്തിൽ ഒരല്പ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അതിൻ്റെ പരിഭാഷയാണ് യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ഞാനെന്ന് പറഞ്ഞാൽ 1888 എലീസ ഹെവിറ്റ് എന്ന് പറയുന്ന അമേരിക്കക്കാരി സഹോദരി എഴുതിയ പാട്ടാണ്. വളരെ അർത്ഥവത്തായ പാട്ട്. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഐ ആം നോട്ട് എ ഗുഡ് സിംഗർ, ബട്ട് ഐ ആം എ വെരി വെരി ഗുഡ് ബാത്റൂം സിംഗർ. നന്നായിട്ട് ഞാൻ പാടും, കുളിക്കുമ്പം മാത്രം. അങ്ങനെ എൻ്റെ ധ്യാനമുറികളിൽ പലപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ഹൃദ്യമായി പാട്ടിൻ്റെ വരികളിലൂടെ എന്നോട് സംസാരിക്കുകയും അത് അനേകർക്ക് പ്രയോജനമുള്ള സന്ദേശങ്ങളായി രൂപാന്തരപ്പെടുകയും ചെയ്യും. When we meditate upon a personal message, നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ദൈവം നൽകുന്ന ചില ദൂതുകളുണ്ട്, ആലോചനകളുണ്ട്. ആ ആലോചനകളെ നാം ദൈവസന്നിധിയിൽ വെച്ച് ധ്യാനിക്കുമ്പം അത് ആയിരങ്ങൾക്ക് പ്രയോജനമുള്ള സന്ദേശങ്ങളായി രൂപാന്തരപ്പെടും. യു ജസ്റ്റ് ട്രൈ ഓൺ ഇറ്റ്. സാധാരണ ടെക്നിക്ക് ആരും പറഞ്ഞു കൊടുക്കത്തില്ല. ചില നാളുകൾക്ക് മുൻപ് ഞാൻ ദൈവസന്നിധിയിൽ വളരെ ധ്യാനപൂർവമായിരിക്കുമ്പം നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള, മോന് പാടാൻ പറ്റുമായിരിക്കും, യു ഹെൽപ്പ് മീ, ഒരു പാട്ടിൻ്റെ അടികൾ എൻ്റെ അന്തരംഗത്തിൽ നിന്ന് ഉയർന്നു വന്നു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള പാട്ടാണ്. ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്, ഓ ഗോഡ് മൈ ഫാദർ, there is no shadow of turning with thee. Thou changest not, thy compassion they fail not. As thou hast been, thou forever will be. മോന് പാടാമോ? Great is thy faithfulness, O God my Father, there is no shadow of turning with thee. പാടാമോ? നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഈ പാട്ട് നിങ്ങളൊന്ന് പഠിക്കണം. അതിന് വേണ്ടിയാണ്. മെസ്സേജിലൊക്കെ വരാം, നിങ്ങൾ വിഷമിക്കേണ്ട. ആ സമയത്ത് മെസ്സേജൊക്കെ വന്നോളും. ഏറ്റവും വെൽക്കം.
മോനെ ആ പാട്ട് പാടാൻ അറിയാമല്ലോ അല്ലേ? ഒന്ന് വായിച്ചൊന്ന് ട്രൈ ചെയ്തേ. എന്നെ പോലെ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒന്നിച്ച് പാടാം. ലിറിക്സ് ഒന്ന് കൊടുക്കാമോ? ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്, ഓ ഗോഡ് മൈ ഫാദർ. ലിറിക്സ് വന്നോ? കിട്ടുന്നില്ലയോ? ചുമ്മാ ഗൂഗിളിൽ തൊട്ട ഉടനെ വരും. ഞാൻ ഗ്രേറ്റ് ഈസ് എന്ന് അടിച്ചപ്പോഴത്തേക്കിന് ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ് വന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ യൂട്യൂബ് സെർച്ച് ചെയ്യുക, ജസ്റ്റ് ഇറ്റ് വിൽ കം. നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ വെയിറ്റ് ദെയർ പാട്ടെടുത്ത് കഴിയുമ്പോൾ നമുക്ക് we will come back to that. ഞാനപ്പോൾ അതിൻ്റെ ലൈൻസ് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. Great is thy faithfulness, O God my Father. There is no shadow of turning with thee. Thou changest not, thy compassion they fail not. As thou hast been, thou forever will be. Great is thy faithfulness, great is thy faithfulness. Morning by morning your mercies I see. It has come. Highlight it. Can you see it now? Just sing. നമ്മളിപ്പോൾ അത് പാടുന്നത് ഇവിടെ നിർത്തുക. പക്ഷെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെന്ന് യൂട്യൂബിൽ ഈ പാട്ട് സെർച്ച് ചെയ്യണം. വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സോങ്സ് ഇൻ ക്രിസ്ത്യൻഡം. ഒരു സർവേ നടത്തിയപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ക്രിസ്തീയ പാട്ട് ഏതാണെന്ന് നിങ്ങൾക്കറിയാം? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ക്രിസ്തീയ പാട്ട് ഏതാണെന്ന് നിങ്ങൾ പറ. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറ. അങ്ങനെ പ്രത്യേക ഇഷ്ടമൊന്നുമില്ല, എല്ലാം ഇഷ്ടമാണ്. എത്ര നല്ല ദൈവമക്കൾ. നമുക്കെല്ലാം ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടപ്പെടണം. എന്നാലും പ്രത്യേക ഇഷ്ടങ്ങൾ നമുക്കുണ്ടല്ലോ. സർവേയിൽ ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന പാട്ട് അമേസിംഗ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദ സൗണ്ട് that saved a wretch like me. I once was lost, but now I'm found. I was blind, but now I see. ഇതൊക്കെ പാടി അങ്ങ് ആത്മാവിൽ സന്തോഷിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ പാടുമായിരുന്നു, പ്രൈസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ പ്രസംഗം പരിപാടി തുടങ്ങിയ പിന്നെ ടോണൊക്കെ മാറിപ്പോയി.
പക്ഷേ പാട്ടിനോടുള്ള എൻ്റെ ആവേശം തീർന്നിട്ടില്ല. ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്. അതിൻ്റെ വരികൾ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവന്ന് നിങ്ങളോട് ചോദ്യം ചോദിക്കാനാണ്. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. ആ പാട്ടിൻ്റെ വരികളിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്ന സന്ദേശം എന്താ? വാട്ട് ഈസ് ദ മെസ്സേജ്? Great is thy faithfulness, O God my Father. There is no shadow of turning with thee. Thou changest not, thy compassion they fail not. ഒരുപാട് വാക്കുകൾ, സന്ദേശങ്ങൾ അതിനകത്ത് നിന്ന് നമുക്ക് ഉരുത്തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷെ എൻ്റെ ഹൃദയത്തോട് ആ പ്രത്യേക സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ച ആലോചന ദൂതനുസരിച്ച് ഞാൻ തലക്കെട്ടതിന് കൊടുത്തത് an unchanging God in a constantly changing world. നിങ്ങൾ പ്രസംഗം എല്ലാം മറന്നു, അനുവാദം തന്നിരിക്കുന്നു. പക്ഷേ തലക്കെട്ട് മറക്കാതിരുന്നാൽ മതി. ബാക്കിയൊക്കെ ഇങ്ങനെ ചുയിങ്ങം വരുന്നത് പോലെ ഇങ്ങനെ വന്നോളും. സോ an unchanging God in a constantly changing world. ലോകം ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക അല്ലേ? പൂർവ്വകാലങ്ങളിൽ മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ പതിയായിരുന്നു, സ്ലോ ചേഞ്ചസ്. പക്ഷേ ഇപ്പം മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റാണ്. എന്തൊരു മാറ്റമല്ലേ! ഒരു 10 വർഷം മുമ്പ് ഈ ദോഹ പട്ടണത്തിൽ വന്ന ആളുകൾ വീണ്ടും വരുമ്പം എങ്ങനെ ഇരിക്കുന്നു? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. 19 വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പഴയ റൗണ്ട് അബൌട്ടുകളും നമ്മുടെ ആ വഴികളും ഒക്കെ ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുത്താൽ ആ പട്ടണമല്ലിന്ന് കംപ്ലീറ്റ്ലി മാറി. ഇവിടെ 40 കൊല്ലമായ പുള്ളിക്കും ഇപ്പോൾ ഗൂഗിൾ മാപ്പോ വൈസോ ഇല്ലാതെ എങ്ങും പോകാൻ പറ്റത്തില്ല. ആകെ വഴി തെറ്റി പോവാ. ഒരു എക്സിറ്റ് മാറിപ്പോയെങ്കിൽ പിന്നെ പോയി അങ്ങ്. ഭയങ്കര മാറ്റങ്ങളാണ്, എല്ലായിടത്തും മാറ്റമാണ്. എന്നാൽ നിങ്ങൾ ഏറ്റവും അധികം നോട്ടീസ് ചെയ്ത മാറ്റം എവിടെയാ? വേർ യു ആർ സീയിങ് ദ ഗ്രേറ്റ് ചേഞ്ച്, മോർ ചേഞ്ചസ്. മേ നോട്ട് ബി ട്രൂ വിത്ത് എവരി വൺ. എല്ലാവരും അതിനോട് യോജിക്കണമെന്നില്ല. പക്ഷേ എനിക്ക് ഏറ്റവും അധികം മാറ്റം തോന്നുന്നത് എവിടെയാണെന്നറിയാം? ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ്. നിങ്ങൾക്കാർക്കും മാറ്റം വന്നിട്ടില്ലായിരിക്കും. വരാതിരിക്കാനുള്ള എല്ലാ വകുപ്പുകളും നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇറ്റ്സ് എ റിയാലിറ്റി, ഇറ്റ്സ് എ ഫാക്ട്. ഒരു 2010 വരെയുള്ള ഞാനല്ല, അല്ലെ 15 വരെയുള്ള ഞാനല്ല ഇപ്പം. നിങ്ങൾ തന്നെ കുറേ വർഷമായിട്ട് കാണുന്നല്ലോ അല്ലേ? കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. എവ്രിവെയർ വി ഡു സീ ചേഞ്ചസ്. മാറ്റങ്ങൾ നമ്മൾ എല്ലായിടത്തും കാണുകയാണ്. പക്ഷെ ആ സകല മാറ്റങ്ങളുടെയും നടുവിൽ മാറാത്തവനായി നിൽക്കുന്ന നമ്മുടെ ദൈവം, He is an unchanging God. Our key thought is based on the immutability of God, unchanging nature of God. So I have given you the theme. പ്രസംഗിക്കാൻ പോകുന്ന വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനിയും പ്രസംഗിക്കാനുള്ള വാക്യം നിങ്ങൾ തരണം. ചില കെട്ടിയുള്ള മറ്റേ നമുക്കൊരു വാക്യം വായിക്കാമെന്ന് പറഞ്ഞു, പാസ്റ്റർ വാക്യം വായിക്കും, പിന്നെ വിഷയം അങ്ങ് പ്രസംഗം, അത് നിർത്തി. വിഷയം പറഞ്ഞു, ഇനി വാക്യം നിങ്ങൾ പറയണം എനിക്ക് പ്രസംഗിക്കണമെങ്കിൽ. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ മാറ്റമില്ലാത്ത ദൈവം എന്നുള്ള വിഷയം പ്രസംഗിക്കാൻ ഗിവ് മീ എ വേഴ്സ്. ലോകവും അതിൻ്റെ മോഹവും. അപ്പം ദൈവം മാറാത്തവനാണെന്ന് അതിനകത്ത് അങ്ങോട്ട് കയറി വരുന്നില്ലല്ലോ. ആബ്സല്യൂട്ട്ലി റൈറ്റ്. അച്ഛൻ ഒരു വാക്യം പറഞ്ഞു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. എവിടെയാ അതെഴുതി വെച്ചേക്കുന്നേ? കണ്ടശോഭം ഞാൻ കുറച്ചേ നടത്തുന്നുള്ളൂ. വരട്ടെ ഇങ്ങോട്ട്. കാണാതറിയാവുന്ന വാക്യമല്ലേ, അപ്പോൾ അതിൻ്റെ റെഫറൻസ് അറിയണ്ടേ? എവിടെയാ എഴുതി വെച്ചേക്കുന്നേ? ഇങ്ങനെ ആയിരുന്നേ പാസ്റ്ററെ വിളിക്കണ്ടായിരുന്നു എന്നല്ലേ.
ഒരാൾ പോലും ഇല്ലേ അത് പറയാൻ? അപ്പം നമ്മളും പുസ്തകമായിട്ടുള്ള ബന്ധം നമുക്ക് മനസ്സിലാകും. ഞാൻ നിങ്ങളെ വിമർശിക്കുകയല്ല. ടേക്ക് ഇറ്റ് പോസിറ്റീവ്. വെരി ഫെമിലിയർ കോമൺ വേർഡ്സ്. എല്ലാവരും പറയുന്ന, പിള്ളേർ സൺഡേ സ്കൂളിൽ കാണാതെ പഠിച്ച് പറയുന്ന ഒരു വാക്യം പെട്ടെന്ന് അതിൻ്റെ റെഫറൻസ് ഓർക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം ഇച്ചിരൂടെ നമ്മൾ വചനത്തോട് അടുക്കണം, ആഭിമുഖ്യം പുലർത്തണം, വചനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. എബ്രായർ അത് തന്നെ കണ്ടെത്തി. പ്രൈസ് ഗോഡ്. അപ്പോൾ എബ്രായർ 13:8 അവിടെ നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തു എന്നേക്കും അനന്യനാണ്. മറ്റനേക വാക്യങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് നമുക്കിത് സംബന്ധിച്ച് ഉദ്ധരിക്കുവാനായിട്ടുണ്ട്. നമ്മുടെ വിഷയത്തിൻ്റെ വിശദീകരണം അനുസരിച്ച് അങ്ങനെയുള്ള ചില വാക്യങ്ങളിലേക്ക് നിശ്ചയമായും നാം ഒരുമിച്ച് ഇന്ന് പകൽ കടന്നു വരുവാനിടയായിത്തീരും. നമ്മുടെ ഹൃദയ പലകയിൽ എഴുതേണ്ട സന്ദേശം ഇതാണ്: മാറിക്കൊണ്ടിരിക്കുന്ന, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ മാറ്റമില്ലാത്ത ദൈവം, മാറാത്ത ദൈവം. നമ്മൾ പാടാറില്ലേ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഇനി മാറ്റമില്ലാത്ത ദൈവത്തെക്കുറിച്ച് നിങ്ങളൊരു പാട്ട് പാട്. ഞാനെന്തിനാ ഈ പണിയെല്ലാം ചെയ്യിപ്പിക്കുന്നതെന്നറിയാമോ? ബുക്കിനകത്ത് എഴുതിയില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയ പലകയിൽ ഇത് എഴുതണം. അതിനുവേണ്ടിയാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത്. അല്ലെങ്കിൽ 1 മണിക്കൂർ കർത്താവിൻ്റെ ദാസൻ തന്ന് വെടിവെട്ടുന്ന പോലെ കാര്യം പറഞ്ഞേച്ച് പോയാൽ മതി. നിങ്ങളൊരു പാട്ട് പാട്. മാറ്റമില്ലാത്ത ദൈവത്തെക്കുറിച്ച്. വീട്ടിൽ ചെന്ന് ഹോംവർക്ക് ചെയ്യണം. പാട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്, വാക്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ഹോംവർക്ക് തരിക. ഇനി ഞാൻ വന്നാൽ ഒരു 6 മാസം കഴിഞ്ഞേ വരത്തുള്ളൂ. നല്ലൊരു ഹോംവർക്ക്. മാറാത്ത ദൈവത്തെക്കുറിച്ച് നിങ്ങൾ തിരുവെഴുത്തെ സംബന്ധിച്ച് പഠിക്കാൻ തുടങ്ങണം. ഭയങ്കര ആവേശമാകും. നമ്മൾ പഠിക്കാൻ തുടങ്ങാമെങ്കിൽ നമ്മുടെ ആവേശം അങ്ങ് കൂടും. ദൈവത്തിന് സ്തോത്രം. ആത്മീയമായി നമ്മളെ അത് പണിയുവാനായിട്ട് ഇടയായിത്തീരും. ക്രിയാത്മക ശക്തി വചനത്തിൻ്റെ നമ്മിൽ വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ദൈവം മാറാത്തവൻ, മാറ്റമില്ലാത്ത ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ, ചിന്തിക്കുമ്പോൾ, പ്രാരംഭത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ചിന്തയെന്ന് പറയുന്നത്, അവർ ഗാഡ് ഈസ് അൺചേഞ്ചിങ് in his being or in his existence. നമ്മുടെ ദൈവം തൻ്റെ അസ്തിത്വത്തിൽ, തൻ്റെ നിലനിൽപ്പിൽ അവൻ മാറാത്ത ദൈവം. നമുക്കെല്ലാം മാറ്റം വരുന്നു, നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മാറുന്നു. മാറാത്തതായിട്ട് ഇവിടെ ഒന്നുമില്ല, ഇവിടെ ആരുമില്ല. പക്ഷെ നമ്മുടെ ദൈവം, He is an eternal God. 102-ാം സങ്കീർത്തനം അതിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. Psalms 102 verses 25 to 27. പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. അടുത്തത്, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അടുത്തത്, അവ നശിക്കും, നീയോ നിലനിൽക്കും. ദൈവം അടിസ്ഥാനമിട്ട ഭൂമി, തൻ്റെ കൈകളുടെ പ്രവൃത്തിയായ ആകാശം, അതിനെക്കുറിച്ച് അഭിഷക്തൻ ആത്മാവിൽ എഴുതുകയാണ്. അവ നശിക്കും, ഭൂമിക്ക് നാശം സംഭവിക്കും, ആകാശത്തിന് മാറ്റം വരും. അടുത്ത വാക്യം എന്താ പറയുന്നത്? അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോകും. ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഒക്കെ മാറ്റം സംബന്ധിച്ച് കാഴ്ചപ്പാടിൽ അഭിഷക്തൻ പറയുന്നത് വസ്ത്രം പോലെ, ഉടുപ്പ് പോലെ. വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വസ്ത്രം മാറ്റുന്നത് പോലെ ഈ ആകാശവും ഭൂമിയും ഒക്കെ അങ്ങ് മാറിപ്പോകും. എന്നാൽ അടുത്ത വാക്യത്തിൽ ഭക്തൻ പറയുന്നതെന്ന് അറിയാമോ? നീയോ അവയെല്ലാം ഉടുപ്പ് പോലെ മാറിപ്പോകും. നമ്മുടെ കണ്ണുകൊണ്ട് ഇന്ന് നാം കാണുന്ന സകല ചരാചരങ്ങളും വസ്ത്രം പോലെ, ഉടുപ്പ് പോലെ മാറിപ്പോകുമ്പോൾ നമ്മുടെ ദൈവം അവനെന്നേക്കും
ആർക്കും അനന്യനാണ്. ഹല്ലേലൂയ. But thou art the same and thy years have no end. നിന്റെ സംവത്സരങ്ങൾ എന്ത് ചെയ്യുകയില്ല, അവസാനിക്കുകയില്ല. സംവത്സരങ്ങൾക്ക് അവസാനമില്ലാത്ത ഒരുവനുണ്ടെങ്കിൽ ഇന്ന് പകൽ നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം മാത്രമാണ്. He is the same forever and ever. 90-ാം സങ്കീർത്തനം അറിയാത്ത ആരും ഇല്ലല്ലോ അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ നമ്മൾ സാധാരണ 90 വിട്ടേച്ച് 91 ചാടി കയറും അല്ലേ? അതെ, നിങ്ങൾ അംഗീകരിച്ചതിന് കാര്യം 91 ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. 91 ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ 90 അത് ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വായിക്കാൻ വേണ്ടി പ്രത്യേകം മാറ്റി വെച്ചിരിക്കുക അല്ലേ? അത് അന്നേരത്തേക്ക് മാത്രം. എന്നാൽ 90-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ എഴുതി തുടങ്ങുമ്പോൾ പാടിത്തുടങ്ങുമ്പോൾ എന്താ തുടങ്ങുന്നതെന്നറിയാമോ? കർത്താവേ, നീ തലമുറ തലമുറയായി നിന്റെ സങ്കേതമായിരിക്കുന്നു, നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. എന്നിട്ട് അടുത്തതെന്താ? പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും, even from everlasting to everlasting, thou art God. Oh, hallelujah. നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. From everlasting to everlasting, he is the same God. നമ്മുടെ ദൈവത്തിനും മാറ്റമില്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മാറ്റമില്ല. അവൻ അനന്യനായ ദൈവമാണ്. എത്ര വാക്യങ്ങളുണ്ട്, പക്ഷെ സമയം ലാഭിക്കാൻ ഞാൻ ആ വാക്യങ്ങളെല്ലാം നിങ്ങളുടെ ചിന്തകൾക്ക് വിട്ടു തരികയാണ്. God is unchanging in his being and in his existence. അത് സംബന്ധിച്ച് ഉപവിഷയങ്ങളായി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ചിന്ത എന്ന് പറയുന്നത്, God is unchanging in his place. നമുക്കൊക്കെ സ്ഥാനമാറ്റം സംഭവിക്കുന്നവരാ അല്ലേ? നാട്ടിലായിരുന്നു, ഈ പ്രിയപ്പെട്ട സഹോദരൻ സൗദിയിലായിരുന്നു, ദുബായിലായിരുന്നു, ഇപ്പൊ ഖത്തറില്ല. കാലം താമസിച്ചാൽ, കർത്താവിൻ്റെ ഓരോ താമസിച്ചാൽ തിരിച്ച് നാട്ടിൽ പോകണ്ടേ? പിന്നെ ഭാര്യയും പിള്ളേരും ഒക്കെ അവിടെ പോകാതിരിക്കാൻ പറ്റും. നമുക്കെല്ലാം സ്ഥലകാല പരിമിതികൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുന്നവരാ അല്ലേ? മാറിയേ പറ്റൂ. എന്നാൽ നമ്മുടെ ദൈവം, ഇന്നലെ അവൻ എവിടെ ആയിരുന്നോ അവിടെ തന്നെ ഇന്നും അവനുണ്ട്. ഇന്നവൻ എവിടെയാണോ നാളെയും അവൻ അവിടെയുണ്ട്. മാറ്റമില്ല. പണ്ടൊക്കെ പറയുമായിരുന്നല്ലോ, രാജാവ് നാട് നീങ്ങിയെന്ന്. നമ്മളൊക്കെ ചത്തുപോയെന്ന് പറയുമ്പം രാജാവ് നാട് നീങ്ങിയെന്നാ പറയുന്നത്. ഏത് പൊന്നു രാജാവാന്നേലും നാട് നീങ്ങിയേ പറ്റൂ, നാട്ടിൽ നിന്ന് മാറിയേ പറ്റൂ, വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമായേ പറ്റൂ. ഒരു സ്ഥലത്ത് തന്നെ എന്നുമായിരിക്കാൻ ഒരാൾക്കും കഴിയല. എന്നാൽ എന്നും ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കുന്നവൻ നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവ. സങ്കീർത്തനക്കാരനോടെ നാട്ടുകാരൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എന്ന് പറയുന്നത്, വേർ ഈസ് യുവർ ഗാഡ്? നിന്റെ ദൈവം എവിടെ? നിന്റെ ദൈവം എവിടെ? അതൊരു വല്ലാത്ത ചോദ്യമായിരുന്നു, ചുമ്മാ ചോദിച്ചതല്ല. അവർക്ക് ഇവന്റെ സാഹചര്യമൊക്കെ കണ്ടപ്പം തോന്നി, ഇവൻ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെ ഒന്നുമല്ല, ഇവൻ ചുമ്മാ ദൈവത്തെ സേവിക്കുന്നൊക്കെ പറയുക. ഇവന്റെ ദൈവം ജീവനുള്ള ദൈവമായിരുന്നെങ്കിൽ ഇവൻ ഇങ്ങനെയൊക്കെ വരുമോ? നമ്മളെയൊക്കെ നോക്കിക്കൊണ്ട് ആളുകൾ ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ. അവരുടെ മനസ്സിൽ ചിലപ്പോഴൊക്കെ ഈ ചിന്ത വരും, വേർ ഈസ് ഹിസ് ഗാഡ്? 42-ാം സങ്കീർത്തനത്തിലും 115-ാം സങ്കീർത്തനത്തിലും ഒക്കെ അതിൻ്റെ റെഫറൻസുകളുണ്ട്. ഈ സങ്കീർത്തനക്കാരൻ ആദ്യം ദുഃഖവും സങ്കടവും ഒക്കെ പ്രയാസമൊക്കെ വന്നു. പക്ഷേ ദൈവസന്നിധിയുടെ ആ സാന്നിധ്യത്തിൻ്റെ മറവിൽ താൻ ആയിത്തീർന്നപ്പോൾ അവൻ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയിട്ട് എന്താ പറയുന്നതെന്നറിയാമോ? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്.
He had no doubt. അവന് ഒരു സംശയവും ഇല്ല അവന്റെ ദൈവം സ്വർഗത്തിലുണ്ടെന്ന്. ഇന്ന് പകൽ എത്ര ദൈവമക്കൾക്ക് വിശ്വാസമുണ്ട്? സ്വർഗാദി സ്വർഗങ്ങളിൽ അധിവസിക്കുന്ന അത്യുന്നതനായ ദൈവത്തെ ഇന്ന് പകൽ സേവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, നമ്മൾ ധന്യരാണ്, നമ്മൾ അനുഗ്രഹീതരാണ്. Hallelujah. He is in the same place where he was yesterday. ഇന്നലകളിൽ അവൻ എവിടെയായിരുന്നു അവിടെ തന്നെ ഇന്നും അവനുണ്ട്. അവന് സ്ഥാനമാറ്റം വന്നിട്ടില്ല, അവന് സ്ഥലമാറ്റം വന്നിട്ടില്ല. Nobody can transfer him from his place. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നമ്മുടെ ആവേശം എന്താണെന്നറിയാമോ? അവൻ സ്വർഗാദി സ്വർഗങ്ങളിൽ അധിവസിക്കുന്ന ദൈവമാണ്. He is a transcendent God. He is truly a transcendent God. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ. അതല്ലയോ പൗലോസ് പറയുന്ന ധന്യവാനായ ഏകാധിപതി, രാജാതിരാജാവ്, കർത്താതി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, ആരും കണ്ടിട്ടില്ലാത്തവൻ, ആർക്കും കാണുവാൻ കഴിയാത്തവൻ. such an omniscient God, such a transcendent God. അങ്ങനെയുള്ള ഒരു വിദൂരസ്ഥനായ ദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ നമ്മൾ ഇന്ന് അവനെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ വിദൂരസ്ഥനായി കാണാമറയത്തിരിക്കുന്ന ദൈവം മാത്രമല്ല, ഇന്ന് പകൽ വാഗ്ദത്ത പ്രകാരം നമ്മുടെ നടുവിൽ അവൻ എഴുന്നള്ളി വന്നിട്ടുള്ള ദൈവമാണ്. അവന്റെ സാന്നിധ്യം അറിയുന്ന എത്ര ദൈവമക്കൾ ഈ ആരാധനയുടെ നടുവിലുണ്ട്? ഒരുമിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. He is a transcendent God. അവൻ വിദൂരസ്ഥനായ ദൈവമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അവൻ സമീപസ്ഥനായ ദൈവമാണ്. സങ്കീർത്തനക്കാരൻ എന്താ പറയുന്നതെന്നറിയാമോ? ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനായ ദൈവമാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അവൻ നിന്റെ അരികിലുണ്ട്, അവൻ എൻ്റെ അരികിലുണ്ട്, അവന്റെ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ടെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇന്ന് പകൽ ഈ സഭായോഗത്തിലുണ്ട്? He is unchanging in his place. Number 2, he is unchanging in his position. തന്റെ സ്ഥലം എന്ന് പറഞ്ഞ place. Number 2, it is his position. എന്നും ഒരേ പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്ന ആർക്കാ? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ചർച്ച് ഓഫ് ഗോഡിന്റെ സെൻട്രൽ വെസ്റ്റ് റീജിയൻ ഓവർസിയർ ആയിരുന്നു ഞാൻ. നിങ്ങളൊക്കെ നിങ്ങളുടെ ഓഫീസസ് ഓരോ ഉത്തരവാദിത്തങ്ങളിൽ നിങ്ങളൊക്കെ ആയിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നും നിങ്ങളായിരിക്കുന്ന പൊസിഷനിൽ ഇരിക്കാൻ പറ്റുമോ? മാറ്റമുണ്ട്. എന്നാൽ നമ്മുടെ ദൈവം, സങ്കീർത്തനക്കാർ ദൈവവചനം പറയുന്നതെന്നറിയാമോ? ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളതാകുന്നു, നിന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. നിത്യരാജാവായി സിംഹാസനത്തിൽ എന്നും എന്നേക്കും വാണരുളുന്ന ഒരു ദൈവത്തെയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലം നമ്മൾ സേവിക്കുന്നത്. ഇന്ന് പകൽ നാം സേവിക്കുന്നത് നിത്യരാജ്യത്വം, ആ സിംഹാസനത്തിൽ വാഴുന്ന നമ്മുടെ ദൈവത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. ചില ജീവിത സാഹചര്യങ്ങളിൽ സമ്മർദ്ദങ്ങളൊക്കെ ഏറുന്ന സമയത്ത്, ഒരു സാന്ത്വനവും എങ്ങൊന്നും കിട്ടാത്ത സമയത്ത്, പല സന്ദർഭങ്ങളിൽ എൻ്റെ ഹൃദയത്തിനകത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു ദൈവാലോചനയുണ്ട്. ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റാ, പക്ഷേ ഇറ്റ് വാസ് മോർ ദാൻ സഫിഷ്യൻറ്റ് ഫോർ മീ ടു സർവൈവ്. എനിക്ക് നിലനിൽക്കാൻ അത് മാത്രം മതിയായിരുന്നു. എന്താ വാചകം എന്നറിയാമോ? ഹീ ഈസ് സ്റ്റിൽ ഓൺ ദ ത്രോൺ. ഹീ ഈസ് സ്റ്റിൽ ഓൺ ദ ത്രോൺ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ ജീവിത സാഹചര്യം എന്തായാലും, നീ കടന്നു പോകുന്ന കഠിന ശോധന എത്ര വലിയതായാലും, ആർക്കും നിന്നെ സഹായിക്കുവാൻ കഴിയുകയില്ലെങ്കിലും, ആരും നിന്നെ സഹായിക്കുവാനില്ലെങ്കിലും, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനൊരു സന്ദേശം പറയാനുണ്ട്. ഹീ സ്റ്റിൽ ഓൺ ദ ത്രോൺ. അവൻ ഈ പകലിലും ഇവിടെ ഞാൻ പ്രസംഗിക്കുമ്പോഴും എനിക്ക് വേണ്ടി തന്നെ സിംഹാസനത്തിൽ വാണരുളുന്നവനാണ്. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഹീ ഈസ് ഇൻ കൺട്രോൾ.
Sometimes you may feel that it is out of control. നിന്റെ നിയന്ത്രണത്തിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് ദൈവത്തിന്റെ പൈതലേ നിനക്ക് തോന്നുന്ന സമയത്ത് ദൈവശബ്ദം നിന്റെ അകത്ത് മുഴങ്ങണം. My God is in control. എന്റെ ദൈവത്തിന് നിയന്ത്രിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഏതാ പ്രിയപ്പെട്ടവരെ? എന്റെ ദൈവത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത കാര്യം എന്താ? അവന്റെ അധികാരത്തിന് കീഴടങ്ങാത്ത ഒരൊറ്റ ശക്തിയും ഇന്ന് പകലില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ദൈവസഭയോട് പറയുമ്പോൾ ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് നാം ഒരുമിച്ച് ആർപ്പിടുന്ന പകലായി മാറണം. Oh my God is unchanging in his position. Oh hallelujah. ഇവിടെ സാമ്രാജ്യങ്ങൾ പലത് വന്നു, സാമ്രാട്ടുകൾ പലത് വന്നു. ഭൂമിയൊക്കെ കീഴ്മേൽ മറിച്ച കിടിലം കൊള്ളിച്ച് എത്ര ചക്രവർത്തിമാർ. മഹാസമുദ്രത്തെ നോക്കി നീയും കരയായിരുന്നെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ കാൽ കീഴിലാക്കുമെന്ന് പറഞ്ഞ അലക്സാണ്ടറെ പോലുള്ള ശക്തന്മാരായ ചക്രവർത്തിമാർ, അവരൊക്കെ അവരുടെ സ്ഥലവും അവരുടെ സിംഹാസനവും അവരുടെ പദവിയും എല്ലാം വിട്ടൊഴിയേണ്ടി വന്നു. അവർക്കൊക്കെ മാറ്റം സംഭവിച്ചു. എന്നാൽ മാറാത്ത ഒരുവൻ ഹല്ലേലൂയ എന്നേക്കും രാജാവായി തന്റെ സിംഹാസനത്തിൽ ഇന്ന് പകൽ എനിക്കും നിനക്കും വേണ്ടി വാഴുന്നു എന്നുള്ളത് ഇന്ന് പകൽ നമുക്ക് ധൈര്യവും ഉറപ്പും നൽകുന്ന വസ്തുതയാണ്. My God is unchanging in his place, in his position, and moreover, he is unchanging in his power. നിങ്ങൾക്ക് ക്ഷീണമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ഈ അടുത്ത കാലത്തൊക്കെ എനർജി കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സണിച്ചാൻ പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ ബൂസ്റ്റൊക്കെ അടിച്ചിങ്ങനെ എത്ര ബൂസ്റ്റ് അടിച്ചാലും എത്ര ബോൺവിറ്റ അടിച്ചാലും ഇച്ചിരി കഴിയുമ്പം ക്ഷീണമാണ്, ബലക്ഷയ. ഒരു 10 മിനിറ്റ് ഇപ്പോഴത്തെ വെളിയിലോട്ട് ഇറങ്ങി നിന്നാ നമ്മൾ ബ്രോയിലർ ചിക്കൻ്റെ കൂട്ടങ്ങ് ചുരുളും. പിന്നെ നമ്മളെ കാശിന് കൊള്ളത്തില്ല. അതാ എല്ലാവരുടെയും സ്ഥിതി. പക്ഷെ ബലം ക്ഷയിക്കാത്ത, തിരുവഴുത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ക്ഷീണിച്ചു പോകാത്ത, ശക്തി കുറയാത്ത ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവമാണ്. സങ്കീർത്തനക്കാരനോട് നാട്ടുകാർ ചോദിച്ച ചോദ്യം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിന്റെ ദൈവം, നിങ്ങളുടെ ദൈവം. അതിന് ഉത്തരം താൻ പറഞ്ഞു, ഞങ്ങളുടെ ദൈവമോ. ആ ഉത്തരം അവിടെ കൊണ്ട് നിർത്തിയില്ല. എന്നെ ഭയങ്കരമായിട്ട് അത് സന്തോഷിപ്പിച്ചു. എന്താണെന്നറിയാമോ? ഞങ്ങളുടെ ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് മാത്രം പറയുന്നതല്ല ഒരു ഭക്തന്റെ ഉറപ്പ്. അടുത്ത വാചകം മച്ചാൻ പറഞ്ഞത് തന്നെയാണ്, തനിക്കിഷ്ടമുള്ളതൊക്കെ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആ ഭാഗം? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ടെന്ന് മാത്രമല്ല, അവനവിടെ നിഷ്ക്രിയനായിട്ടിരിക്കുന്ന ദൈവമല്ല. അനങ്ങാപ്പാറ നയം അവലംബിച്ചിട്ട് മൂലയ്ക്ക് മാറിയിരിക്കുന്ന ഒരു ദൈവമല്ല എൻ്റെയും നിൻ്റെയും ദൈവം. അവൻ തനിക്കിഷ്ടമുള്ളതൊക്കെ ഇന്ന് പകലും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നിനക്ക് വേണ്ടിയും അവൻ തനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ കഴിവുള്ള ദൈവമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ ആത്മാവിൽ ഒരു ചോദ്യം ദൈവത്തിന്റെ ശബ്ദമായി വിളിച്ചു ചോദിക്കുന്നുണ്ടല്ലോ. യെശയ്യാ 51:1 രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ കുറുകിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക. സ്തോത്രം. കൈ കുറുകാത്ത, ബലം ക്ഷയിക്കാത്ത, ക്ഷീണിച്ചു പോകാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് ഇന്ന് പകൽ എത്ര സന്തോഷം നൽകുന്ന വസ്തുതയാണ്. ദൈവമക്കളെ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ കുറുകിയിട്ടില്ല, കേൾക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ ചെവി മന്ദമായിട്ടില്ല. എനിക്ക് നിങ്ങളെ കാണാൻ കണ്ണാടി വേണ്ട, പക്ഷെ പുസ്തകം വായിക്കണമെങ്കിൽ കണ്ണാടി വേണം. വയസ്സൊന്നും അധികമായില്ല, പക്ഷെ കണ്ണിൻ്റെ കാഴ്ച മങ്ങി. ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് കേൾവിക്കും എവിടെയൊക്കെയോ കുറവുണ്ടെന്ന്. കണ്ണിൻ്റെ കാഴ്ചയും കാതിൻ്റെ കേൾവിയും
കരത്തിൻ്റെ ബലവും ഒക്കെ എനിക്ക് നിങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിന്നെ രക്ഷിക്കാൻ, എന്നെ രക്ഷിക്കാൻ കഴിയാതെ വണ്ണം അവൻ്റെ കൈ കുറുകിയിട്ടില്ല. നിന്റെ അവസ്ഥ കാണുവാൻ കഴിയാതെ വണ്ണം അവൻ്റെ കണ്ണ് മങ്ങിയിട്ടില്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവൻ്റെ കാതുകൾ മന്ദമായിട്ടില്ല. ഇന്ന് പകൽ എത്ര ദൈവമക്കൾക്ക് വിശ്വാസത്തോട് വിളിച്ചു പറയുവാൻ കഴിയും? എന്നെ കാണേണ്ടതുപോലെ കാണുന്ന ഒരുവൻ, എന്നെ കേൾക്കേണ്ടതുപോലെ കേൾക്കുന്ന ഒരുവൻ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തൻ്റെ വല്ലഭത്വമുള്ള ഭുജം നീട്ടുന്നവൻ. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. ഐ ആം ദ ലോർഡ് ഗോഡ് ഓഫ് ഓൾ ദി ഫ്ലഷ്. എന്നിട്ട് അടുത്തത് മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത്, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ദൈവം ചോദിക്കുക, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇംഗ്ലീഷിൽ ആ വാക്യം എഴുതിയിരിക്കുന്നത്, ഈസ് there anything too hard for me? Is there anything too hard for me? എനിക്ക് പ്രയാസമുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ഉത്തരം പറയേണ്ടത് ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കളാ. ദൈവമാണ് ഇന്ന് പകൽ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാണ്. എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന നാം ഒരുമിച്ച് ഇന്ന് പകൽ ഏകസ്വരത്തോടെ വിളിച്ചു പറയുകയാണ്, എന്റെ ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. ഓ, അവന് പ്രയാസകരമായിട്ടൊന്നുമില്ല. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നം, നിന്റെ ജീവിതത്തിന്റെ വിഷയം, നിന്റെ ജീവിതത്തിന്റെ വിഷമത, നിന്റെ ആകുലത, നിന്റെ ആവശ്യമൊക്കെ നിന്റെ പരിധികൾക്ക് അപ്പുറമായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പരിധികൾക്ക് മാത്രമാണ് അത് അപ്പുറമായിരിക്കുന്നത്. നിന്റെ ദൈവത്തിന്റെ പരിമിതികൾക്കകത്താണ് നിന്റെ പ്രശ്നം. പടകിലേറിപ്പോകുന്ന ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലവിളി ശബ്ദം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ്സ് ബിയോണ്ട് അവർ കൺട്രോൾ, ഇറ്റ്സ് ബിയോണ്ട് അവർ ലിമിറ്റ്സ്, ഇറ്റ്സ് ബിയോണ്ട് അവർ എബിലിറ്റി. ഹെൽപ്പ് us ലോർഡ്. കർത്താവേ, ഞങ്ങളെ സഹായിക്കണം. ഇന്നലകളിൽ നീയും ഞാനും നമ്മുടെ പരിമിതികളെ കണ്ടുകൊണ്ട് പരിതപിച്ച സ്ഥാനത്ത് കാറ്റേ അടങ്ങുക എന്ന് പറഞ്ഞവൻ, കടലേ ശാന്തമാകുക എന്ന് പറഞ്ഞവൻ, ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനെതിരെ, നിന്റെ പടകിനെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ ഉയരുന്ന കാറ്റിന്റെ മുമ്പിൽ, അലറുന്ന തിരമാലയ്ക്ക് മുമ്പിൽ അടങ്ങുക എന്നുള്ള അവന്റെ ഒറ്റ ശബ്ദം കൊണ്ട്, അടങ്ങുക എന്നുള്ള ഒറ്റ ശബ്ദം കൊണ്ട് കാര്യങ്ങൾക്ക് ക്രമീകരണം വരുത്തുമെന്ന് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുമ്പോൾ ആ ദൂതേറ്റെടുക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആത്മാവിൽ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. അവൻ അടങ്ങാൻ പറഞ്ഞാൽ അടങ്ങിയേ മതിയാകുള്ളൂ. അവൻ ശാന്തമാകാൻ പറഞ്ഞാൽ ഏത് തിരമാലയും ശാന്തമായേ മതിയാകുള്ളൂ. Oh, hallelujah, hallelujah. My God is unchanging in His power. Oh, hallelujah, hallelujah, hallelujah. ദൈവശക്തിയുടെ ഒരു വലിയ വ്യാപാരം ഇന്ന് പകൽ ഈ ആരാധനയുടെ നടുവിൽ വെളിപ്പെടട്ടെ. ആത്മാവിൽ ദൈവശബ്ദം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. ആവശ്യങ്ങളുടെ മേൽ, വിഷയങ്ങളുടെ മേൽ, അസ്വസ്ഥതകളുടെ മേൽ, രോഗങ്ങളുടെ മേൽ, ബലഹീനതകളുടെ മേൽ അതിശക്തിയോടെ ഇറങ്ങി വ്യാപരിക്കുന്ന പകലാകട്ടെ. ഓ, ഹല്ലേലൂയ. My God is an unchanging God in His being, in His existence. He is unchanging from His place, He is unchanging in His position, and He is unchanging in His power. It's not finished. രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, God is unchanging in His nature. 2 തീമോത്തി 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, 2 Timothy chapter 2 verse 13. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, നാം അവിശ്വസ്തരായി തീർന്നാലും
അവൻ വിശ്വസ്തനായി പാർക്കുന്നു. അടുത്ത വാചകം എന്താണെന്നറിയാമോ? 2:13. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. അടുത്ത വാചകം, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ല. ഹി കനോട്ട് ഡിനൈ ഹിംസെൽഫ് എന്നാണ്, പക്ഷെ മലയാളത്തിൽ വളരെ അർത്ഥവത്തായ നിലയിൽ എഴുതി വച്ചിട്ടുണ്ട്, അവന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ല. ഹി കനോട്ട് ഡിനൈ ഹിസ് നേച്ചർ. അവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. നമ്മുടെയൊക്കെ സ്വഭാവത്തിന് വല്ല മാറ്റമുണ്ടോ? ഉണ്ട്. എങ്ങനെയാ മാറ്റം? 2 നിലകളിൽ മാറാം. പുരോഗതിയും വരാം, അധോഗതിയും വരാം. നമ്മൾ കുറെ കൂടെ സൽസ്വഭാവികളായിട്ടാണോ മാറുന്നത്, അതോ ദുർസ്വഭാവികളായിട്ടാണോ മാറുന്നത്? സൽസ്വഭാവം. ആരെങ്കിലും ഒരാൾ സർട്ടിഫൈ ചെയ്തേ? അല്ല, നമ്മൾ ആത്മശോധനയാണ്. ചില ആളുകളെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ, വഷളാകുന്നതാണ് കാണുന്നത്. ഞങ്ങൾ സെമിനാരിൽ ചെന്നപ്പോഴേ, ഇറ്റ് വാസ് ഇൻ 1888, 36 കൊല്ലമായി. ഞങ്ങളുടെ ഒരു സീനിയർ സ്റ്റുഡൻറ്റ്, ഞാൻ ഒരിക്കൽ ഇവിടെ ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളുടെ ഒരു സീനിയർ സ്റ്റുഡൻറ്റ് ഒരു ഈവനിങ് ചാപ്പൽ സർവീസിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റിട്ട്, ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ഇയർ ഇനിഷ്യൽ മന്ത്സ്, അതേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. മക്കളെ, ജൂനിയേഴ്സായ ഞങ്ങളോട്, ഫ്രഷ് സ്റ്റുഡൻസിനോട് പറയും, കുഞ്ഞുങ്ങളെ, നന്നാകാൻ വന്നിടത്ത് കിടന്ന് വഷളായാൽ നിങ്ങളുടെ ആയുസ്സിൽ പിന്നെ നിങ്ങൾ നന്നാകുകയില്ലെന്ന് പറഞ്ഞു. സെമിനാരിയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ അല്ലേ? സെമിത്തേരി ചെയ്യാൻ തോന്നിപ്പോയി അല്ലേ? അതുകൊണ്ടല്ലേ അവിടെ നിന്ന് ഇട്ടേച്ചോടിയേ. ഈ സെമിനാരിയിൽ ഒക്കെ ചെല്ലുന്ന എന്തിനു വേണ്ടിയാ? നന്നാകാനാ. എന്നാൽ അവിടെ കിടന്ന് വഷളാകുന്ന പുള്ളികളുണ്ട്, വഷളത്വം പ്രവർത്തിക്കുന്നവരവിടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു, നന്നാകാൻ വന്നിടത്ത് കിടന്ന് നിങ്ങൾ വഷളായാൽ നിങ്ങളുടെ ആയുസ്സിലെങ്ങും പിന്നെ നിങ്ങൾ നന്നാകുകയില്ല. അത് സെമിനാരി മാത്രമല്ല, സഭയ്ക്കകത്തും വരുന്നത് എന്തിനു വേണ്ടിയാ? നന്നാകാനാ. നന്നായത് കൊണ്ടല്ലല്ലോ ഇതിനകത്ത് വന്നേ, നന്നാകാൻ വേണ്ടിയാണ് വന്നത്. വന്നിട്ട് എത്ര നാളായെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൻ്റെ കൂടെ എന്നാ മാറ്റവും വന്നെന്നറിയാമല്ലോ. രണ്ടും അറിയാം, ഉറക്കെ പറയണ്ട. ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം. ഞാൻ അഹങ്കാരം പറയാം, എന്നെ തന്നെ ഒരിക്കലും ഞാൻ പുകഴ്ത്തുന്നയാളല്ല. പുകഴ്ത്താൻ പോയാൽ പുറകിൽ അടി ഉറപ്പാണെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു സന്ദേശം പറയാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. കഴിഞ്ഞ മെസ്സേജ് ഞാനത് പറഞ്ഞോന്ന് എനിക്കൊരു സംശയമുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയാം. പുതിയ മുഖങ്ങളും ഉണ്ടല്ലോ. ഞങ്ങൾ ഇപ്പം ഞാനും ഭാര്യയും 2 പിള്ളേരും അവരുടെ കുടുംബങ്ങളും 4 സ്ഥലത്താണ് താമസിക്കുന്നത്. 4 സ്ഥലത്താണ്. എല്ലാ ദിവസവും കഴിയുമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു വീഡിയോ കോളിൽ വരും. എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ച് വന്നിങ്ങനെ പല കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ മൂത്ത മോൾ ഒരു ദിവസം പറഞ്ഞു, പപ്പയ്ക്ക് ഒരുപാട് മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞു. പപ്പ ഒരുപാട് മാറിയെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ അക്ഷമയനായിട്ട് എന്താ ഇവർ പറഞ്ഞു വരുന്നേ? അപ്പോൾ എൻ്റെ ഇളയ മോള് പെട്ടെന്ന് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, റെക്കമെൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ശരിയാടി, പപ്പ ഒത്തിരി മാറി. എൻ്റെ അടുത്ത ശ്രദ്ധ എങ്ങോട്ടാ പോയെന്ന് സൗകര്യമാർക്ക് മനസ്സിലായല്ലോ. അവിടുന്നാണല്ലോ അപ്രൂവൽ വരേണ്ടത്. ഞാൻ ശ്രദ്ധിച്ചു, എൻ്റെ ഭാര്യ എന്തെയാ പറയാൻ പോകുന്നത്. മാനുഷികമായ നിലയിലും ദൈവിക കാഴ്ചപ്പാടിലും എനിക്ക് സന്തോഷം ഉണ്ടായൊരു കാര്യം, എൻ്റെ ഭാര്യ കുഞ്ഞുങ്ങളുടെ വാക്കിനോട് ചേർത്ത് പറഞ്ഞു, ശരിയാ മക്കളെ, പപ്പ ഈയിടെയായിട്ട് ഒരുപാട് മാറിയെന്ന്. എനിക്ക് സന്തോഷം തോന്നി. കാര്യം, മാറ്റം വരേണ്ട പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എൻ്റെ രീതികൾക്ക് മാറ്റം വരുത്തണമായിരുന്നു. നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഞാനൊരു ക്ഷിപ്രകോപിയും പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളും ഓവർ ഡിസിപ്ലിൻഡും ഒക്കെയാണ്. എൻ്റെ പിള്ളേരോടൊക്കെ പലപ്പോഴും ഡിസിപ്ലിനോടുള്ള ബന്ധത്തിലൊക്കെ വളരെ കർക്കശമായിരുന്നു. ഞാൻ കർക്കശമായിരുന്നു. ഈ കണ്ണാടി ഇവിടെ നിന്നെടുത്താൽ ഇവിടെ വെച്ചിരിക്കണം, അപ്പുറത്തോട്ട് വെച്ചാൽ പ്രശ്നമായിരുന്നു. അങ്ങനെ ഒരുപാട് കടുംപിടുത്തങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്കുണ്ടായിരുന്നു.
പക്ഷെ ചച്ചക്കോട്ടിൻ്റെ ഓവർസിയറായപ്പം എൻ്റെ കടുംപിടുത്തങ്ങളെല്ലാം ഞാൻ ഞങ്ങളുടെ വാസന്മാരോട് പറഞ്ഞു, എൻ്റെ സ്വഭാവം മാറാൻ നിങ്ങളുടെ ഓവർസിയർ ആകേണ്ടി വന്നു എനിക്കെന്ന്. ദൈവം നമ്മളെ ഏത് വഴിയിലൂടെ കടത്തി വിട്ടാലും God has a purpose. Ultimately, the purpose is our transformation. എല്ലാറ്റിൻ്റെയും ആത്യന്തിക ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ രൂപാന്തര, നമ്മുടെ വ്യത്യാസം. അപ്പോൾ പോസിറ്റീവായ നിലയിൽ നമുക്ക് മാറ്റങ്ങൾ വരണം. എന്നാൽ മറുവശത്ത് നെഗറ്റീവായ നിലയിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാറുണ്ട്. നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഇന്നലത്തെ സ്വഭാവമല്ല ഇന്നത്തെ സ്വഭാവം. ചിലരെ കുറിച്ച് പറഞ്ഞാലൊക്കെ കൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റും, ഓന്തിൻ്റെ നിറം മാറുന്ന പോലെ ചിലരുടെയൊക്കെ. ഇപ്പൊ കാണുന്ന സ്വഭാവമല്ല ഇച്ചിരി കഴിയുമ്പോൾ. പിന്നെ ദേഷ്യം വരുമ്പോൾ ഒരു സ്വഭാവം, ശാന്തമായിരിക്കുമ്പോൾ ഒരു സ്വഭാവം, സങ്കടം വരുമ്പോൾ നമ്മുടെയൊക്കെ കാര്യമല്ലയോ ഞാൻ ഈ പറയുന്ന അച്ചായന്മാരെ. നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ ഇവിടുത്തുകാരനെ അല്ലെന്നുള്ള പരുവത്തിലാണല്ലോ ഇരിക്കുന്നത്. നമ്മുടെയൊക്കെ സ്വഭാവത്തിന് സാഹചര്യത്തിനനുസരിച്ച് നമ്മളൊക്കെ മാറ്റം വരുത്തുന്നവരാ. നല്ല മാറ്റങ്ങളെയെല്ലാം ഞാൻ ഉൾക്കൊള്ളുന്നു. എന്നാൽ നല്ലതല്ലാത്ത എത്രയെത്ര മാറ്റങ്ങൾ നമ്മുടെ സ്വഭാവത്തിന് അനുദിനവും വന്ന് സംഭവിക്കുന്നു. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം അതിന് മാറ്റമില്ല, അവനത് ത്യജിക്കത്തില്ല. 2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. 1 യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം, സെക്കൻഡ് പാർട്ട്. അവിടെ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? യാക്കോബ് 1:17 സെക്കൻഡ് പാർട്ട്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? വേഗത്തിൽ സമയം. എല്ലാ ദാനവും തികഞ്ഞവരും ഒക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിറങ്ങി വരുന്നു. സെക്കൻഡ് പാർട്ട് അത് കറക്റ്റാ വായിച്ച്. അവന് വികാരം, ഗതിഭേദത്താലുള്ള ആച്ഛാദനം. നിങ്ങൾ എത്ര പ്രാവശ്യം ഈ വാക്യം വായിച്ചിട്ടുണ്ട്? വല്ലോം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അവന് വികാരം ഇല്ല, ഗതിഭേദത്താലുള്ള ആച്ഛാദനം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇന്ന് വരെ അന്വേഷിച്ച് എത്ര പേരുണ്ട് ഇവിടെ? നമ്മളില്ല വയലിൻ്റെ കരയ്ക്ക് ഇരിക്കുന്ന ഈ കൊക്കിൻ്റെ കൂട്ടാ. നമ്മുടെ ഈ കൊക്കിൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഇങ്ങനെ മീനെ നോക്കിയായിരിക്കുന്നെങ്കിലും ചുണ്ടിന് കൊള്ളാത്തത് വരുന്നുണ്ടെങ്കിൽ പുള്ളി കണ്ണങ്ങ് അടച്ച് തപസ്സിരിക്കാൻ തുടങ്ങും. അത് പോയി കഴിയുമ്പം പുള്ളി കണ്ണ് തുറക്കും. കൊക്കിന് ഒതുങ്ങുന്നതിനെ മാത്രമേ പുള്ളി കൊത്തത്തുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മൾ വേദോത്സവം വായിക്കുമ്പോഴും നമുക്ക് യഹോവയുടെ ഇടയനാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് വന്ന് ഇച്ചിരി കട്ടിയുള്ളത് വരുമ്പോൾ നമ്മൾ കണ്ണടച്ചങ്ങ് ധ്യാനിക്കും. ഒറ്റ ജമ്പ് ചെയ്യും അടുത്ത വാക്യത്തിലേക്ക് നമ്മളങ്ങ് ചാടും. നിങ്ങൾ എത്ര പ്രാവശ്യം വായിച്ചു ഗതിഭേദത്താലുള്ള ആച്ഛാദനം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എന്തു അതിൻ്റെ അർത്ഥം? അതാ പാടിയത്, there is no shadow of turning with thee. ഇവിടെ നിന്നാ പാട്ട് എഴുതിയത് പാട്ടുകാരൻ. there is no shadow എന്ന് പറഞ്ഞാൽ മാറ്റത്തിൻ്റെ ഒരു നിഴല് പോലും, ഒരു ലാഞ്ചന പോലും നിനക്കില്ലെന്ന്. മുകളിൽ പറഞ്ഞു there is no variableness. വികാരമില്ലെന്നല്ല, there is no variableness. സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെയൊക്കെ സ്വഭാവം മാറും, നമ്മുടെയൊക്കെ രീതി മാറും, നമ്മുടെയൊക്കെ സഹകരണം മാറും. എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നതുണ്ടല്ലോ, അതൊരിക്കലും മാറ്റമില്ലാത്ത സ്വഭാവമാണ്. ഇനിയും ഒരു വാക്യം കൂടെ വളരെ പ്രസക്തമായതുകൊണ്ട് മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, യഹോവയായ ഞാൻ മാറാത്തവൻ. അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ, ഓ ഈ സൺസ് ഓഫ് ജേക്കബ്, യു ആർ നോട്ട് കൺസ്യൂംഡ് ബിക്കോസ് ഐ ചേഞ്ച് നോട്ട്. ഞാൻ മാറാത്ത ദൈവമായതുകൊണ്ടാ നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവം തൻ്റെ സ്വഭാവം മാറ്റിയിരുന്നെങ്കിൽ, നമ്മുടെ സ്വഭാവം മാറുന്നത് പോലെ ദൈവത്തിൻ്റെ സ്വഭാവം മാറിയിരുന്നെങ്കിൽ, നാം കോപിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചിരുന്നെങ്കിൽ, നാം പിണങ്ങിയിരിക്കുന്നത് പോലെ ദൈവം നമ്മോട് പിണങ്ങിയിരുന്നെങ്കിൽ, ഇന്ന് പകൽ ഇവിടുന്ന് ആരാധിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമായിരുന്നില്ല. എന്നാൽ അവൻ്റെ സ്വഭാവം, അവൻ ത്യജിക്കാത്ത ദൈവമായതുകൊണ്ട്, അവൻ മാറാത്ത ദൈവമായതുകൊണ്ട്, മുടിഞ്ഞു പോകാതെ, നശിച്ചു പോകാതെ, തകർന്നു പോകാതെ ഇന്ന് പകലും ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുവോ നമുക്കിട വരുന്നതോർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ ദിവ്യ സ്വഭാവത്തിന് ഒരിക്കലും മാറ്റമില്ല ദൈവമക്കളെ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ ആവർത്തിച്ച് പറയുന്നത്, His mercy endures forever.
ഹല്ലേലൂയ. അവന്റെ ദയ എന്ന് പറയുന്നത് അതെന്നേക്കുമുള്ളതാ. നമ്മളൊക്കെ ദയ കാണിച്ച എത്ര നേരം കാണിക്കും? എത്ര നേരം ദയ കാണിക്കും? നമ്മുടെ ഉറ്റവരോട് ഉടയവരോടാണ് എത്ര നേരം ദയ കാണിക്കും? എത്ര സമയത്തേക്ക് കാണിക്കും ദയ? എത്ര പേരോട് നമ്മൾ ദയ കാണിക്കും? There is a limit for us. നമ്മൾ ദയ കാണിക്കുന്നതിന് വളരെ പരിമിതികളുണ്ട്. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ ദയ എന്ന് പറയുന്നത് എന്നേക്കുമുള്ളതാണ്, എല്ലാവരോടുമുള്ളതാണ്. എന്നേക്കുമുള്ള ദയ, എല്ലാവരോടുമുള്ള ദയ. ഇന്ന് പകലും എന്നോടും നിന്നോടുമുള്ള അവന്റെ ദയ അതെത്ര വലിയതാണ്. ദയ മാത്രമല്ല, അവന്റെ വിശ്വസ്തത, His faithfulness is forever and ever. അവന്റെ വിശ്വസ്തത അതെന്നേക്കുമുള്ളതാണ്. പ്രവാചകനിലൂടെ ദൈവം പറയുന്നത് എന്തെന്നറിയാമോ? പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, നിന്നോടുള്ള ദൈവത്തിന്റെ സന്ദേശമാ. പർവ്വതം അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറും, കുന്നതിന്റെ നിലയിൽ നിന്ന് നീങ്ങും, എന്നാൽ നിന്റെ ദൈവത്തിന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, നിന്റെ കുടുംബത്തെ വിട്ടുമാറുകയില്ല, നിന്റെ തലമുറയെ വിട്ടുമാറുകയില്ല. അവന്റെ സമാധാന നിയമത്തിന് നീക്കം വരികയില്ല. നിന്നോട് അവൻ ചെയ്ത ഉടമ്പടിക്ക് അവൻ മാറ്റം വരുത്തുന്ന ദൈവമല്ല. കാരണം അവന്റെ ദിവ്യ സ്വഭാവത്തിന് മാറ്റമില്ല. He is unchanging in his nature. Hallelujah, hallelujah. ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അവന്റെ സ്വഭാവം മാറാത്തത് കൊണ്ടാ ഇന്നും അവൻ നമ്മളെ സ്നേഹിക്കുന്നത്. നാം സ്നേഹിച്ച് എത്ര പേരെ ഇന്ന് നമ്മൾ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മെ സ്നേഹിച്ച് എത്ര പേർക്ക് നമ്മളെ ഇന്ന് സ്നേഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്നലെയും ഇന്നും എന്നും നമ്മെ സ്നേഹിക്കുന്ന, അനാദിയായി നമ്മെ സ്നേഹിക്കുന്ന, പെറ്റതളയേക്കാൾ നമ്മെ ഊറ്റു സ്നേഹിക്കുന്ന എത്ര നല്ല ദൈവത്തെയാണ് ഇന്ന് പകൽ നമ്മൾ സേവിക്കുന്നത്. My God is unchanging in his nature. എന്റെ ദൈവം അവന്റെ ദിവ്യ സ്വഭാവത്തിൽ അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. അവന്റെ സ്വഭാവം ത്യജിപ്പാൻ അവൻ ഒരിക്കലും കഴിയത്തില്ല. മലാക്കി പ്രവചനത്തിൽ 3:6 നമ്മൾ വായിച്ചല്ലോ. 5-7 വാക്യങ്ങൾ നിങ്ങൾ പിന്നത്തേതിൽ വായിച്ചു. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് മാറ്റം വന്നു. അവർ ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്ന് മാറിപ്പോയി, അവന്റെ ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോയി. അവരൊക്കെ ലംഘനക്കാരായി മാറി, അതിക്രമക്കാരായി മാറി, അകൃത്യം ചെയ്യുന്നവരായി മാറി. പക്ഷെ അതിൻ്റെ ഇടയിൽ ദൈവം പറയുകയാണ്, യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്, ബട്ട് ഐ ആം ആൻ അൺചേഞ്ചിങ് ഗോഡ്. ഇന്ന് പകലിലും നമ്മളിൽ പലരോടും പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് വിരോധമായി നമ്മളിൽ പല മാറ്റങ്ങളും സംഭവിച്ചപ്പോഴും അവൻ്റെ മാറാത്ത ദയ, മാറാത്ത വിശ്വസ്തത ഇന്നും നമ്മെ കൃപയിൽ നിലനിർത്തിയിരിക്കുന്നു. യോഗ്യതയുടെ തികവ് കൊണ്ടല്ല, കൈമലർത്തി സമ്മതിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ യോഗ്യതയുടെ കൂടുതൽ കൊണ്ടല്ല, എന്നാൽ എൻ്റെ അയോഗ്യതകളെ കണക്കിടാത്ത ദൈവത്തിൻ്റെ വിശ്വസ്തത. എബ്രായ ലേഖനക്കാരന് അതുകൊണ്ടാണ് പറയുന്നത്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. തീമോഥെയോസിന്റെ ലേഖനത്തിൽ അതാ പൗലോസ് പറഞ്ഞത്, നാം അവിശ്വസ്തരായി തീർന്നാലും എന്ന് പറഞ്ഞ് തീരാനല്ലേ തീർന്നിട്ടുണ്ടേ. സമ്മതിക്കാമോ? തീരാനല്ല, പക്ഷേ തീർന്നിട്ടുണ്ട്. കൈമലർത്തി പ്രസംഗിക്കുന്ന ഞാൻ ഇന്ന് പകൽ പറയുകയാ, അവിശ്വസ്തതകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, കുറവുകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, പരാജയങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, വീഴ്ചകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, തകർച്ചകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, ദൈവഹിതമല്ലാത്തത് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ അതൊന്നും അതിൻ്റെ നിലയിൽ കണക്കിടാതെ എൻ്റെ ദൈവം എന്നോട് കാണിച്ച കരുണ അതെത്ര വലിയതാണ്. Hallelujah, hallelujah. He is unchanging in his nature. Unchanging in his nature. Number 3, വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. He is unchanging in his word and his promises.
ആകാശം മാറും, ഭൂമി മാറും, പക്ഷെ എൻ്റെ വചനങ്ങൾക്ക് പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, യഹോവയുടെ വചനമോ എന്നേക്ക് നിൽക്കുന്നു. അവൻ്റെ വചനങ്ങളിൽ നമ്മെ സംബന്ധിച്ച് വളരെ പ്രാധാന്യതയുള്ളതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹിസ് പ്രോമിസസ്. നമ്മോടുള്ള അവൻ്റെ വാഗ്ദത്തങ്ങളാണ്. ഈ പുസ്തകത്തിലെ വാഗ്ദത്തങ്ങളെയൊക്കെ ചിലർ എണ്ണിയിട്ട് ഇത്ര ആയിരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിഞ്ഞുകൂടാ. ഇത്രയുള്ളെന്ന് പറഞ്ഞ് എണ്ണി തീർക്കുമ്പം തൊട്ടടുത്തത് പൊങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. നെവർ എൻഡിങ് പ്രോമിസസ്, ഒരിക്കലും അവസാനമില്ലാത്ത വാഗ്ദത്തങ്ങൾ. നമ്മുടെ ഈ ആയുസ് മുഴുവൻ അനുഭവിച്ചു തീർന്നാലും അവൻ്റെ വാഗ്ദത്തങ്ങൾ പിന്നെയും നമുക്ക് വേണ്ടി അവശേഷിക്കും. ഈ വാഗ്ദത്തങ്ങളിൽ ഞാൻ ഏറ്റവും വിലപ്പെട്ടതായി കാണുന്നതെന്ന് അറിയാം, ഇറ്റ് ഈസ് ദ പ്രോമിസ് ഓഫ് ഹിസ് പ്രസൻസ്. നിങ്ങൾ എത്ര പേര് അതിൻ്റെ ആ മൂല്യം അളക്കുന്നുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലൗകിക ഭൗതിക മേഖലകളിൽ നമ്മൾ പലപ്പോഴും മുറുകെ പിടിക്കുന്ന സകല വാഗ്ദത്തത്തെക്കാളും ഏറ്റവും വിലയേറിയ വാഗ്ദത്തം, ഫിയർ നോട്ട്, ഐ ആം വിത്ത് യു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സകല വാഗ്ദത്തങ്ങളും അതിനകത്ത് വരും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളോട് കൂടെയുണ്ടെങ്കിൽ പിന്നെ എന്താ നമുക്ക് വേണ്ടി? അതിനപ്പുറത്ത് എന്താ നമുക്ക് കിട്ടാനുള്ളത്? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ ചിന്തിക്കും, ഐ എം ഗിവിങ് മൈസെൽഫ് ടു യു. ഞാൻ ഒരാളോട് ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ എന്നെ തന്നെ അവർക്ക് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. ഇതുപോലെ എന്നെ കേൾക്ക് ദൈവമക്കളെ, സച്ച് എ വണ്ടർഫുൾ പ്രോമിസ് വി ഹാവ്. നമുക്ക് അത്ര വിലയേറിയ ഒരു വാഗ്ദത്വം എന്താണെന്നറിയാമോ? അവൻ്റെ സാന്നിധ്യത്തിൻ്റെ വാഗ്ദത്വമാണ്. എവിടെ പോയാലും എവിടെയായിരുന്നാലും ആരാധനയ്ക്ക് ഈ ഹോളിനകത്ത് ഇരിക്കുമ്പോൾ മാത്രമല്ല അവൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുള്ളത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യാക്കോബ് വീട്ടിൽ നിന്നിറങ്ങി ലൂസിൽ ചെന്ന് അവിടെ കിടന്ന് ഉറങ്ങിയച്ച് രാവിലെ എഴുന്നേറ്റ് പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പ്രസക്തമായ ഒരു കാര്യം പറഞ്ഞത് എന്താണെന്നറിയാമോ? യഹോവ ഇവിടെയുണ്ട് സത്യം, ഞാനത് അറിഞ്ഞില്ല. യഹോവ ഇവിടെയുണ്ട് സത്യം, ഞാനത് അറിഞ്ഞില്ല. ദൈവമക്കളോട് ഞാനൊരു ദൂത് പറയാം, അവൻ അറിയാതെ അവനെ അനുഗമിച്ച ഒരു ദൈവ സാന്നിധ്യം, അതാ ലൂസിൽ മാത്രം വെളിപ്പെട്ട ദൈവ സാന്നിധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവൻ അറിയാതെ അവനെ അനുഗമിച്ച ദൈവ സാന്നിധ്യം ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ പലരോടും എനിക്ക് വിളിച്ചു പറയുവാനുള്ളത്, നീ അറിയാത്ത സമയത്തും, നീ നനയ്ക്കാത്ത സമയത്തും, നീ ആവശ്യപ്പെടാത്ത സമയത്തും, നീ ആഗ്രഹിക്കാത്ത സ്ഥലത്തും നീ അറിയാതെ നിന്റെ കൂടെ വരുന്ന, നിന്നെ അനുഗമിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് ഇന്ന് പകൽ ദൈവമക്കൾ മനസ്സിലാക്കണം. Promise of his presence. എല്ലാവരും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ദൈവസാന്നിധ്യം ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് നമുക്ക് തോന്നും. നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ കഠിനമായ പല പാതകളിലൂടെയും കടന്നു വന്നിട്ടുണ്ടായിരിക്കും. ഇനിയും പല പാതകളിലൂടെയും കടന്നു പോകാനുണ്ടായിരിക്കും. അങ്ങനെയുള്ള കഠിനമായ പാതകൾക്ക് സങ്കീർത്തനക്കാരൻ പറയുന്ന പദപ്രയോഗം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? വാലി ഓഫ് ബാക്ക. 84-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന കണ്ണുനീർ താഴ്വര. നിങ്ങളാരെങ്കിലും കടന്നു പോയിട്ടുണ്ടോ? ഉണ്ട്. എല്ലാവരും ഒന്നും പോയിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ലല്ലേ? ഉണ്ട്. ഇനിയും മുന്നിലുണ്ട്. പേടിച്ചു പോയോ? കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോയാൽ കർത്താവ് കൂടെ ഉണ്ട്, പിന്നെ എന്തിനാ ഭാരപ്പെടുന്നേ? ഫുട് പ്രിൻസ് എന്ന് പറയുന്ന കഥ അറിയാത്ത ആരും ഇല്ലല്ലോ അല്ലേ? 4 കാൽപാദങ്ങൾ 2ആയി ചുരുങ്ങി. എന്താ കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പൊന്നുമോനെ, നീ കാണുന്നത് നിന്റെ കാലല്ല, നിന്റെ കഠിന ശോധനയുടെ കണ്ണുനീരിന്റെ താഴ്വരയിൽ നീ കടന്നു പോയപ്പോൾ നിന്നെ ഞാൻ എൻ്റെ കരത്തിലെടുത്തിരുന്നത് കൊണ്ട് എൻ്റെ കാലുകളാ നിന്നെ എൻ്റെ മാറിൽ ഞാൻ അണച്ചിരിക്കുകയായിരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, അവൻ്റെ സാന്നിധ്യം വെറുതെ നിന്റെ കൂടെ പോരുന്ന സാന്നിധ്യം മാത്രമല്ല, നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ താനെ നടക്കാൻ നിനക്ക് ത്രാണിയില്ലാതെ വരുമ്പം, ഒന്നുകൂടെ ദൈവാത്മാവിൽ ഞാൻ പറയുക, താനെ നടക്കാൻ നിനക്ക് ത്രാണിയില്ലാതെ വരുമ്പോ നിന്നെ കരങ്ങളിൽ എടുക്കുന്ന, മാറോടണയ്ക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്.
കർത്താവിൻ്റെ വരവ് താമസിച്ച് കാഹളം ധ്വനിക്കാൻ കാലതാമസം വന്നാൽ നമ്മളൊക്കെ കടന്നു പോകാൻ പോകുന്ന ഏറ്റവും കഠിനമായൊരു പാതയുണ്ട്. അതേതാണെന്നറിയാമോ? മലയാളത്തിൽ സങ്കീർത്തനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും എന്ന് മലയാളത്തിൽ എഴുതി വച്ചിരിക്കും. ഇംഗ്ലീഷിൽ എങ്ങനെയാ മക്കളുമാർക്ക് ആർക്കെങ്കിലും പറയാമോ? ദോ ഐ വോക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്, മരണ നിഴലിൻ്റെ താഴ്വര. അത് ഇച്ചിരി കഠിനമായ പാതയാണ് കേട്ടോ. ICUവിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആളിനെ ഒന്ന് കയറ്റി വിടും, എപ്പോഴും കൂടിയിരിക്കാൻ പറ്റുകയില്ല. പിന്നെ വെന്റിലേറ്ററിലാണെങ്കിൽ കയറ്റി വിടുന്ന സമയം വളരെ പരിമിതമാണ്. ആരും കൂടിയിരിക്കാൻ അനുവാദമില്ല, ആർക്കും കൂട്ടിന് വരാൻ അവകാശമില്ല. പക്ഷെ അവിടെയും ആരും ICU കിടക്കണമെന്നോ വെന്റിലേറ്ററിൽ കയറണമെന്നോ ഒന്നും അല്ല ഞാൻ പറഞ്ഞേ. അവിടെ ആയാൽ പോലും, എവിടെ ആയിക്കൊള്ളട്ടെ, മരണ നിഴലിൻ്റെ താഴ്വരയിലും ഭക്തൻ ഭയപ്പെടാത്തതെന്തെന്നറിയാമോ? നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. സമയം തീർന്നു. He is unchanging in his promises, his promise of presence, his promise of provision, his promise of protection. എത്ര കാര്യങ്ങൾ പറയാനുണ്ടെന്നറിയാവോ? അതൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ വാഗ്ദത്തങ്ങളിൽ ഏറ്റവും വിലയേറിയതെന്നറിയാവോ? അവൻ്റെ വരവിൻ്റെ വാഗ്ദത്തം, നമ്മുടെ വീടിൻ്റെ വാഗ്ദത്തം. അതാ നമ്മൾ നോക്കിപ്പാർക്കുന്ന, പ്രത്യാശയോടെ നോക്കിപ്പാർക്കുന്ന ദൈവിക വാഗ്ദത്തം, നാം മുറുകെ പിടിക്കുന്ന വാഗ്ദത്തം. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോകുന്നു, ഒരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്നുള്ള നമ്മുടെ നിത്യഭവനത്തിൻ്റെ വാഗ്ദത്തമാണ്. എനിക്ക് നാട്ടിലൊരു വീടുണ്ട്, ഒരു വീടേ ഉള്ളൂ, 2 മക്കളുണ്ട്. ഒരു ദിവസം ഇങ്ങനെ കൂടിയിരുന്ന സമയത്ത് എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചു, പപ്പയുടെ വീട് ആർക്കാ? ഞാൻ പറഞ്ഞു 2 പേർക്കും കൂടെ. എന്നാലും 2 പേർക്കും കൂടെ എടുക്കാൻ പറ്റത്തില്ല, ആർക്കാ? അപ്പൻ്റെ വീടിനെ കുറിച്ചുള്ള ഒരാഗ്രഹമേ. 2 അവിടെ വരത്തുമില്ല, താമസിക്കത്തുമില്ല, എന്നാലും അപ്പൻ്റെ വീടിനെ കുറിച്ചുള്ളൊരു വാഞ്ച. പണ്ടൊക്കെ 10-12 പിള്ളേരുള്ളപ്പോഴും അപ്പന്മാർക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, മക്കൾക്കെല്ലാം ഓരോ കൂര ഉണ്ടാക്കി കൊടുക്കണം. വീടല്ല, ഒരു കൂര. വാർദ്ധക്യമാകുമ്പോൾ അപ്പൻ മോനെ വിളിച്ച ചോറയിടാ, ആ പടിഞ്ഞാറേ മൂലയ്ക്ക് നിൽക്കുന്ന തേക്ക് അവറാച്ചനുള്ളതാ, തെക്കേ മൂലയ്ക്ക് നിൽക്കുന്ന പ്ലാവ് കുഞ്ഞുഞ്ഞിനുള്ളതാ. ഇതൊക്കെ പറഞ്ഞ അപ്പച്ചന്മാർ പോകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അപ്പച്ചനൊരാഗ്രഹമുണ്ട് പിള്ളേർക്കെല്ലാം ഒരു കൂര ഉണ്ടാകണമെന്ന്. ഇവിടെ ഒരു അപ്പനും എല്ലാ മക്കൾക്കും വീടുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷെ ഒരപ്പം വീടൊരുക്കുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി ഒരപ്പം വീടൊരുക്കുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി വീടൊരുക്കുന്നുണ്ട്. ആ അപ്പൻ്റെ ഭവനത്തെ ലക്ഷ്യമാക്കി നമ്മുടെ വിശ്വാസയാത്ര സ്ഥിരതയോടെ നമുക്ക് കഴിക്കാം. മാറ്റങ്ങളുടെ ലോകത്തിൽ മാറ്റമില്ലാത്തൊരു ദൈവം, ആ ദൈവം എൻ്റെ ദൈവമാണ്. ദൈവജനം പറയുന്നത് പോലെ ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഒന്നുകൂടെ ചേർന്ന് പറയാമോ? ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഒന്നുകൂടെ, ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.